ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത തിരക്കില്ലാത്തൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമാണ് കേട്ടോ. പഴം നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതിലേക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ടിൻ്റെ മാവ് ഒന്ന് കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാൻ അജ്മീൻ്റെ പൊട്ടുപൊടിയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അതിങ്ങനെ ഒരു 10 മിനിറ്റ് കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റായിട്ടും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കണ്. പിന്നെ തേങ്ങ ചിരകിയത് ഫ്രിഡ്ജിൽ തന്നെ ഉള്ള കാരണം ആ ഒരു പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു 10 മിനിറ്റ് കുഴച്ച് വെക്കണ നേരം നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ ചിരകിയെടുക്കാം. അപ്പോൾ ഇതാ പുട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ലഞ്ചിനുള്ള കാര്യങ്ങളും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത് വാഴൻ്റെ തണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഉപ്പേരി. ഇത് ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തെടുത്തിക്കണം കേട്ടോ. നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിക്കണം. കൈകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറേ ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനത്തേനൊക്കെ ചോപ്പർ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എൻ്റെ അടുത്തുള്ളത് പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡറിൽ തന്നെ വരുന്ന ചോപ്പറാണ്. അതിൽ നമുക്ക് ഇതുപോലെ ചോപ്പിങ്ങും സ്ലൈസിങ്ങും ഒക്കെ നടക്കും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മിക്സർ ഗ്രൈൻഡറാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ ഈ ഒരു വാഴൻ്റെ തണ്ടിലുള്ള ആ ഒരു നാരുണ്ടല്ലോ, അതിതാ നമ്മൾ പപ്പടക്കൊള്ളിൻ്റെ ആ ഒരു മറ്റേ ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കൽ. അപ്പോൾ കുറേ ആരം അങ്ങനെ കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചാൽ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ അതൊന്ന് കഴുകി ക്ലീനാക്കി ഒന്ന് ഊറ്റി വെക്കുകയും കൂടി ചെയ്യാണ് കേട്ടോ. പിന്നെ ഇതാ ഇന്ന് മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഐസൊക്കെ ഉടയാൻ വേണ്ടിയിട്ട് അങ്ങനെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ്. അങ്ങനെ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ബാക്കിയുള്ള തേങ്ങ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്കും കൂടി വെച്ചെടുക്കട്ടെ. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കിച്ചണിൽ തന്നെ വന്നിക്കണ്. അപ്പോൾ മുതിര ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു 4-5 വിസിൽ വേവിച്ചെടുത്തിക്കണ്. ഇനിയിപ്പോൾ അതിലേക്ക് ആ ഒരു വാഴത്തണ്ടും കൂടി ഇട്ടിട്ട് ഒരു 1-2 വിസിൽ മതി. അല്ലെങ്കിൽ അത് നല്ലോണം ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റിലൊരു മീൻകറിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിക്കണേ. അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ഒരു 10 അല്ലി ചെറിയുള്ളി എടുത്തിക്കണേ. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചിട്ട് അതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിക്കണേ. ആ ഒരു ടൈമിൽ ഒരു മിക്സിൻ്റെ ജാറിൽ ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തക്കാളിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നാലുള്ള ആ ഒരു തക്കാളിൻ്റെ ആ ഒരു പച്ച ചോയക്കൊന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ അത് വഴന്ന് വരുന്ന ടൈമിൽ മീനും കൂടി ഒന്ന് മസാല തേച്ച് വെക്കട്ടെ. കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ടൈമിൽ കറിക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോഴാണ് പറമ്പിൽ നിന്ന് കുറച്ച് കാന്താരി മുളകും വെണ്ടയൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കറിയിൽ കാന്താരി മുളക് ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന്.
പിന്നെ അതാ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കറി നല്ലോണം തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിക്കണ്. ആ ഒരു ടൈമിൽ നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പേരി തൂമിക്കാനുള്ള ഉള്ളിയും അരിഞ്ഞിട്ട് അങ്ങനെ വാട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിക്കണേ. പിന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഫ്രയർക്കും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് മീനൊക്കെ വെന്ത് സെറ്റായി വന്നിക്കണ് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിക്കണ്. ആ ടൈമിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ള കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. പിന്നെ ഇതാ ഉപ്പേരിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ടും വെച്ച് കൊടുത്തിക്കണ്. ഉള്ളി നല്ലോണം മൂത്ത് വന്നപ്പോൾ കുറച്ച് ഉണക്കമുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ഒന്ന് വറവിട്ടെടുക്കുകയാണ്. പിന്നെ ഇതുപോലെ മുതിരിയും വാഴത്തണ്ടും കൂടി വെക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് കടലപ്പരിപ്പ് വെച്ചിട്ടൊരു പോളയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഞാനൊരു 1/2 കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അല്ലെങ്കിൽ പിന്നെ കുക്കറിൽ കുറേ വിസിൽ അടിക്കേണ്ടി വരും. വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു 4 വിസിൽ മതി. അപ്പോൾ അത് നല്ലോണം കഴുകി ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ടെടുക്കുക. പിന്നെ അതിലേക്ക് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളത്തിലിട്ട കാരണം 4 വിസിൽ മതി. അല്ലെങ്കിൽ കുറച്ചധികം വിസിൽ വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാൻ. കടലപ്പരിപ്പ് നല്ലോണം വെന്ത് ചൂടാറിയിട്ട് ഞാനതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്തിക്കണ്. അതിലേക്ക് ഒരു 5-6 ഏലക്കായും 1/4 കപ്പ് പാലും 5 മുട്ടയും പിന്നെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ചേർത്തിട്ട് അത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ പോളൻ്റെ ബാറ്റർ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ വേറൊരു പാന് അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ട് പിന്നെ കാഷ്യും മുന്തിരിയും അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇനി പഴയൊരു പാന് അടിയിൽ വെച്ച് നല്ലോണം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ പോള ഉണ്ടാക്കുന്ന പാന് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് അധികമായി തോന്നുകയാണെങ്കിൽ കുറച്ച് അതിൽ നിന്ന് മാറ്റാം കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അത് കുറച്ച് അധികം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കടിക്കാൻ. ഇനിയിപ്പോൾ ഒരു 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പോളയൊക്കെ വെന്ത് ചൂടാറിയപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോണ നല്ല അടിപൊളി ഒരു പോളയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. സിമ്പിളായിട്ട് ഉണ്ടാക്കുക, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, മുറിച്ചപ്പോഴും ആ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചറിലൊക്കെ വരുന്ന പോളയാണ് കേട്ടോ. പിന്നെ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.